പ്രിയ സഖാക്കളെ, ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി സമാഗതമായിരിക്കുന്നു. ഈ സമയത്ത് പല വിവാദങ്ങളും സൃഷ്ടിച്ച് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് അതിൽ നിന്ന് മുതലെടുക്കാനാണ് എതിർ പാർട്ടിക്കാർ ശ്രമിക്കുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി പോലും അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നു. എന്നാലോ 10 വർഷത്തെ വികസനം പറഞ്ഞാൽ മാത്രം മതി നമുക്ക് നല്ലൊരു പബ്ലിസിറ്റി ആവാൻ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ് കേരളത്തിൽ പിണറായി സർക്കാർ കാഴ്ചവെച്ചത്. നമ്മൾ അതിലൂന്നൽ കൊടുക്കണം. വികസന ജനക്ഷേമ നയങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം. LDF സർക്കാരിന്റെ ജനക്ഷേമ നയങ്ങളിൽ ചിലത് നോക്കിയാൽ, അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം LDF സർക്കാർ വിജയകരമായി നടപ്പാക്കി. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കി. കുടിശ്ശികയില്ലാതെ അർഹരായ എല്ലാവർക്കും 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ ഉറപ്പാക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹരായ സ്ത്രീകൾക്ക് 1000 രൂപ വീതം പെൻഷൻ നൽകി. 10 വർഷത്തിനുള്ളിൽ 4.56 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ LDF സർക്കാർ മാറ്റി. 14 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കി. തദ്ദേശ സ്ഥാപനങ്ങളിലെ 800-ലധികം വരുന്ന സേവനങ്ങൾ ഇപ്പോൾ ഓൺലൈനായി മാറി. K-സ്മാർട്ടിലൂടെ മുഴുവൻ സേവനങ്ങളും വിരൽ തുമ്പിൽ ലഭിക്കും. ഓൺലൈൻ ആയതുകൊണ്ട് ചൂഷണങ്ങൾക്കുള്ള സാഹചര്യവുമില്ലാതായി. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നത്. സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിന് കാസ്പ പദ്ധതി ആവിഷ്കരിച്ചു. ആ പദ്ധതിയിൽ അംഗമല്ലാത്തവർക്ക് കാരുണ്യ ബെനവലന്റ് പദ്ധതി വഴി സഹായം ലഭിക്കുന്നു. സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ചികിത്സ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായോ മിതമായ നിരക്കിലോ ലഭ്യമാക്കി തുടങ്ങി. വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പുരോഗതിയിലാണ് നമ്മൾ. പാഠപുസ്തകം സമയബന്ധിതമായി അച്ചടിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകാൻ ഇടതുപക്ഷ സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. യൂണിഫോമും കൃത്യമായി നൽകി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനായി ഉന്നതി സ്കോളർഷിപ്പ് നൽകി. നഗരനയം നടപ്പാക്കി തുടങ്ങിയത് LDF സർക്കാരാണ്. രാജ്യത്ത് ആദ്യമായി നഗരനയം ആവിഷ്കരിച്ചു. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നഗരങ്ങളെ സ്മാർട്ടാക്കി. ഇതൊക്കെ LDF സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിൽ ചിലത് മാത്രം. വിഴിഞ്ഞം പദ്ധതി, ദേശീയപാത വികസനം, കുതിരാൻ ടണൽ, വാട്ടർ മെട്രോ, ഗെയിൽ പദ്ധതി തുടങ്ങി പറയാനാണെങ്കിൽ ലിസ്റ്റ് ഏറെയുണ്ട്. സഖാക്കളെ, ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ജനക്ഷേമ പ്രവർത്തനങ്ങളിലാവണം നമ്മുടെ ശ്രദ്ധ. ഈ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയാകണം നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾ മൂന്നാമതും LDF സർക്കാരിനെ അധികാരത്തിലെത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ ജനങ്ങളെ നേരിട്ട് കണ്ടും നമുക്കതിനായി പ്രവർത്തിക്കാം. ലാൽ സലാം.